ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണ് കേട്ടോ ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നത്. അതേസമയം മനുവിനെയും വൈജയന്തിനെയും വിളിച്ചറിയിക്കുന്നത് അലീനയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന ഉടനെ നമ്മുടെ അലീനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നീ ഇവിടെ നിന്ന അമ്മയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക, നിനക്ക് വീട്ടിൽ പൊക്കൂടെ? ഇത് കേൾക്കുമ്പോൾ അലീന ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഒരു നന്ദി പോലും പറയാതെ നേരെ ചീത്ത പറയാനാണ് കേട്ടോ വൈജയന്തി നിൽക്കുന്നത്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വിഷമമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് എന്തിനും ഇതിനും സപ്പോർട്ടായിട്ട് മനു ഉണ്ട് കേട്ടോ. അലീന തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അലീനയ്ക്ക് വേണ്ടി മനു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ കൈ പിടിച്ച് മനു പോകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇതൊക്കെ കാണുമ്പോൾ വൈജയന്തിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട് അലീനോട്, ആൻറ്റി കാണാൻ തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ കൈ പിടിച്ചത്. ഇങ്ങനെയുണ്ടോ ഒരു കുശുമ്പ്? അങ്കിളിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി വേറൊരു സ്ട്രോക്ക് വരാതെ നോക്കിയാൽ മതി. പക്ഷേ ആൻറ്റിയുടെ കൂടെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അലീനയും മനും കൂടി കടപ്പാട്ടൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ മുത്തശ്ശി ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ബാലേന്ദ്രന് എന്ത് പറ്റിയെന്നറിയാതെ ആകെ വിഷമിച്ചിട്ടാണ് കേട്ടോ മുത്തശ്ശി ഇരിക്കുന്നത്. അങ്ങനെ മനുവിനെ കണ്ട ഉടനെ മുത്തശ്ശി കരയുന്നുണ്ട് കേട്ടോ. എടാ മോനെ, എന്നതാടാ പറ്റിയത് ബാലേന്ദ്രന്? എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ, ഒന്ന് പറയടാ. അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി പേടിക്കാനൊന്നുമില്ല, അങ്കിളിനൊരു സ്ട്രോക്ക് പോലെ വന്നതാ. ഇപ്പം പേടിക്കാനൊന്നുമില്ല, അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. ICUയിൽ തന്നെയാണ്, റൂമിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോനെ ഇവനത് എന്നാ പറ്റിയതാ? ഇവിടെ നിന്ന് പോയ പോലെ ഒന്നല്ല അവൻ തിരിച്ചു വന്നത്. മൂക്കറ്റം കുടിച്ചു ഒരു വെളിവില്ലാതെയാണ് വന്നത്. എന്നോടും ദേഷ്യത്തോടെ പെരുമാറിയേ. ഇത്രയും കാലത്തിനിടെ ഇതുവരെ അവൻ എന്നോട് ദേഷ്യത്തോടെ പെരുമാറിയിട്ടില്ല. അവനിത് എന്നാ പറ്റിയതാ? അപ്പം മനു പറയുന്നുണ്ട്, അങ്കിളിന് എന്താ പറ്റിയെന്ന് അങ്കിളിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അങ്കിളിന് ബോധം തെളിയട്ടെ, നമുക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട, ബാലേന്ദ്രൻ സാർ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വരും. ഞാനെന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല, നാളെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, നീ ഇപ്പോൾ പോയാൽ ശരിയാവില്ല അലീന, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴയും. വൈജാന്തിക്ക് ഇപ്പം എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. വീട്ടിലാരെങ്കിലും വേണ്ടേ? മുത്തശ്ശിയുടെ കാര്യം മാത്രമല്ല, പിള്ളേരുടെ കാര്യം നോക്കാനായാലും ആരെങ്കിലും വേണ്ടേ? അങ്കിളൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരണവരെങ്കിലും നീ ഇവിടെ ഒന്ന് നിൽക്കാൻ ശ്രമിക്കുക. അപ്പം അലീന പറയുന്നുണ്ട്, മനുവേട്ടൻ കണ്ടതല്ലേ മേഡം എന്നോട് എങ്ങനെയാണ് പെരുമാറിയെന്ന്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? അപ്പം മനു പറയുന്നുണ്ട്, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം നീ ഇവിടെ ഒന്ന് പിടിച്ച് നിൽക്കുക. ഇനി ആൻറ്റി എന്തെങ്കിലും പറഞ്ഞു വന്നാൽ മുഖത്തടിച്ചോണം മറുപടി പറയാം, എനിക്കറിയാം. അത് ആൻറ്റി എന്നല്ല, എൻ്റെ അമ്മോടായാലും ഞാൻ പറയും. നിനക്ക് ഞാനില്ലേ, കുറച്ച് നാളും കൂടി ക്ഷമിക്കുക. ഇത് കേൾക്കുമ്പോൾ അലീന സമ്മതം മൂളുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനനെ വീട്ടിലാക്കിയിട്ട് മനു തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രന് ബോധം തെളിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനെ കാണാൻ മനു അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം എങ്ങനെയുണ്ട് അങ്കിൾ, സുഖം തോന്നുന്നുണ്ടോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ കുഴപ്പമില്ല. അപ്പം മനു പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ അങ്കിളിനോട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. അങ്കിളൊന്ന് ഓക്കെ ആയി വന്നിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമ്മുടെ ആൻറ്റി പുറത്ത് നിൽപ്പുണ്ട് അങ്കിളിനെ കാണാനായിട്ട്, ഞാൻ വിളിക്കട്ടെ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അവളെ കാണണ്ട. അവളെ എന്നല്ല, മാളിക വീട്ടിൽ ആരെയും എനിക്ക് കാണണ്ട. ഒരാൾ എന്നോട് കാണാനും സംസാരിക്കാനും വരണ്ട. അങ്ങനെ വൈജയന്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ ആകെ വയലൻ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ മനു പറയും, ആൻറ്റിയെ വിളിക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്കിള് പ്രഷർ കൂട്ടല്ലേ, ഇപ്പോൾ റിലാക്സ് ആവേണ്ട സമയമാണ്, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഞാൻ പുറത്ത് നിൽക്കാം. അങ്ങനെ മനു ICUന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തിയോട് കാര്യം പറയുന്നുണ്ട്. അങ്കിൾ ആകെ ദേഷ്യത്തിലാണ്, പ്രത്യേകിച്ച് ആൻറ്റിയോട്. ആൻറ്റിയെ കാണണ്ടെന്ന് അങ്കിൾ പറയുന്നത്. ഏതായാലും ഇപ്പം അങ്ങോട്ട് ചെല്ലാൻ നിൽക്കണ്ട, അങ്കിളൊന്ന് നോർമലായി വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്ത്, ബാലേന്ദ്രൻ എന്നെ കാണണ്ടെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും പറയുന്ന ആളായിരുന്നില്ലല്ലോ ബാലേന്ദ്രൻ, ഇതെന്നാ പറ്റിയതാ? അപ്പം മനു പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും അങ്കിളിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ആൻറ്റിയോട് വല്ലാത്തൊരു ദേഷ്യത്തിലാണ്, ഇപ്പോൾ കാണാൻ ശ്രമിക്കാത്തതാണ് ബെറ്റർ. ഈ സമയം ഗംഗാധരമേനോൻ വൈജയന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ അവിടെ എത്തിയോന്നറിയാനായിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ ഗംഗേട്ടാ, ബാലേന്ദ്രൻ എത്തി, പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ, എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഇപ്പോൾ ICUലാണ്, ചെറിയൊരു മൈനർ അറ്റാക്ക്.
ഞാനാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മയെ നോക്കാൻ നിൽക്കുന്നൊരു ഹോം നേഴ്സ് ഉണ്ട്, അവളാണ് ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട് കേട്ടോ, എന്നിട്ട് ഇപ്പം എന്താ അയാളുടെ അവസ്ഥ, സീരിയസ് ആണോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ഇപ്പോൾ അപകടനില തരണം ചെയ്തു, ICUവിൽ തന്നെ എപ്പോഴും ഉള്ളത്. മനു കയറി കണ്ട് സംസാരിച്ചു, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട് കേട്ടോ, ഓക്കെ, ബാലേന്ദ്രനെ കണ്ട് സംസാരിച്ചതിന് ശേഷം നീ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ശരി ഗംഗേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ഗംഗാധരമേനോൻ മാലതിയോട് പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാണ് അത്ര. ഇത് കേൾക്കുമ്പോൾ മാലതി ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ട്, അതെയോ, എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ബാലേന്ദ്രൻ ഈ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാനുള്ള മനക്കെട്ടിയൊന്നുമില്ലെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്കൊന്ന് പോകണ്ടേ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട് കേട്ടോ, പോകണം, എന്തായാലും നമുക്ക് നാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രമോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന റിവ്യൂ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്